പ്രധാന വാർത്തകൾ. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന് പിന്നാലെ കേരള സാഹിത്യ അക്കാദമിക്കെതിരെ ശ്രീകുമാരൻ തമ്പി രംഗത്ത്. കേരള ഗാനത്തിന് വരികൾ എഴുതാൻ ആവശ്യപ്പെട്ട് അപമാനിച്ചു. വരികൾ സ്വീകരിച്ചോ നിരാകരിച്ചോ എന്ന് പോലും അറിയിച്ചില്ല. കേരള ഗാനത്തിൽ അന്തിമ തീരുമാനമായില്ലെന്ന് അക്കാദമി പ്രസിഡന്റ്. ശ്രീകുമാരൻ തമ്പിയുടേതടക്കം 3 ഗാനങ്ങൾ അന്തിമ പട്ടികയിലുണ്ടെന്നും കെ സച്ചിദാനന്ദൻ. കോഴിക്കോട്ടെ NIT അധ്യാപികയുടെ ഗോഡ്സെ പ്രശംസ അപമാനകരമെന്ന് മന്ത്രി ആർ ബിന്ദു. വിദ്യാർത്ഥികൾക്ക് അധ്യാപിക നൽകുന്നത് തെറ്റായ സന്ദേശം. ഒരു രാജ്യത്തും രാഷ്ട്രപിതാവിനെ നെഞ്ചിൽ നിറതൊക്കൊഴിച്ച് കൊല ചെയ്യുക എന്നുള്ള ദാരുണ സംഭവം ഉണ്ടായിട്ടില്ല. അതിനെ മഹത്വവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഒരു നന്ദികേട് ഉണ്ടാകാനില്ല. കേന്ദ്ര സർക്കാർ സ്ഥാപനമായതിനാൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ടെന്നും മന്ത്രി. സംസ്ഥാന ബജറ്റിൽ കണ്ണും നട്ട് കേരളം. നാളെ വിഭവ സമാഹരണത്തിന് കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും. ക്ഷേമ പെൻഷൻ അടക്കമുള്ളവയ്ക്ക് പണം നീക്കിവെക്കുമെന്ന് പ്രതീക്ഷ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ച് കോൺഗ്രസ്. അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ പങ്കെടുക്കുന്ന മഹാസഭ വൈകിട്ട് തൃശൂരിൽ 1 ലക്ഷം പേർ പങ്കെടുക്കുമെന്ന് നേതൃത്വം. KPCC തെരഞ്ഞെടുപ്പ് സമിതി യോഗവും തൃശൂരിൽ. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ സംയുക്താക്രമണവുമായി അമേരിക്കയും ബ്രിട്ടനും. കമാൻഡിംഗ് സെന്റർ അടക്കം 36 കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം. ചെങ്കടലിൽ ആക്രമണത്തിന് മറുപടിയെന്ന് അമേരിക്ക.